പ്രത്യേകിച്ച് ഈ യമൻ മൂഡിൽ ഇങ്ങനെയുള്ള ഇതുകൾ കേൾക്കുമ്പോഴേ എന്തോ ഒരു ഭയങ്കര ഒരു ഫീലാണ്, പ്രത്യേക ഒരു ഫീൽ വരും. അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കുന്ന കേൾക്കുമ്പോൾ കൂടെ പാടാനുള്ള ഒരു പ്രത്യേകിച്ച് പാട്ട് നമുക്ക് പാടാനുള്ള ഒരു ഇത് വാസന ഉണ്ടാകുമ്പോഴത്തേക്ക് വായിക്കുമ്പം കൂടെ പാടാനുള്ള ഒരു ടെൻഡൻസി വരും. ഞാനിപ്പോൾ ഓർക്കുന്നത് ഖയാൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓർമ്മയിലേക്കുള്ളൊരു തിരിച്ചു പോകാണല്ലോ. ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കാറുണ്ടായിരുന്നു, പാടാറുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ട്യൂൺ ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു തുടങ്ങുന്ന സമയം ചുമ്മാ വെറുതെ ഇങ്ങനെ ഒക്കെ ചെയ്ത് നോക്കുക. അങ്ങനെ ആദ്യമായിട്ട് ചെയ്ത ഒരു ഭജൻ പോലെ ഒരു ഇതുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പാടാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ട്രൈ ചെയ്തതാണ്, ചെയ്ത് നോക്കാം. അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരിക. ഞാനൊന്ന് അതിൻ്റെ ഒരു 4 ലൈൻ പാടി നോക്കാമെന്ന് വിചാരിക്കുന്നു. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. നിൻ ദിവ്യകാരുണ്യം പുൽകുമാവേളയിൽ സർവം മറന്നു ഞാൻ നിൽപ്പൂ. ദേവാ സർവം മറന്നു ഞാൻ നിൽപ്പൂ. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. എന്നകതാരിൻ സാന്ത്വനം നീ, എൻ ജീവശക്തിയും നീ. എന്നകതാരിൻ സാന്ത്വനം നീ, എൻ ജീവശക്തിയും നീ. തെളിയൂ നീ എന്നിൽ പൊന്മണി ദീപമായി, തെളിയൂ നീ എന്നിൽ പൊന്മണി ദീപമായി. എന്നന്തരംഗേ തെളിയൂ ദേവാ, എന്നന്തരംഗേ തെളിയൂ. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. ദരനാ ദരിനാ ദരനാ ദരനാ ദരാ. ഇത് ആദ്യത്തെ കോമ്പോസിഷൻ ആയിരുന്നു. ഇത് ആദ്യമായിട്ട് ചെയ്യണതാ. അങ്ങനെ ചില സാധനങ്ങൾ, ചില വരികൾ കാണുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കും. അങ്ങനെയാണ് പതുക്കെ. അപ്പൊ ഈ പാട്ടുകൾ പള്ളിയിൽ ചുമ്മാ പാടി നോക്കും ഈ സർവീസിന്റെ ഇടയ്ക്ക്. അപ്പൊ എല്ലാരും പറയാം ആ നന്നായിരിക്കുന്നല്ലോ. ഇത് ഏത് വയസ്സിലായിരുന്നു കോമ്പോസിഷൻ? ഇത് എനിക്കൊന്ന് ഒരു 9ാം ക്ലാസ്സിലാണോ 10ാം ക്ലാസ്സിലാണോ തുടങ്ങി. അപ്പോൾ അതൊരു ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു അന്ന് മറ്റുള്ളവരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് കരിയറിലേക്ക് വരാൻ പറ്റുന്ന യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാര്യം അന്ന് കുറേ ബുദ്ധിമുട്ടുകളായിരുന്നല്ലോ മ്യൂസിഷ്യൻസിനൊക്കെ. അപ്പം അന്ന് ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും കരിയറിലേക്ക് പോകണം എന്നുള്ളൊരു ധാരണയിൽ കമ്പ്യൂട്ടർ പഠിച്ചു, MCA ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ ഒരു വേറൊരു ലൈനിലായിരുന്നു, പ്രോഗ്രാമറൊക്കെ ആയിട്ട് പോകും എന്നുള്ളൊരു രീതിയിലായിരുന്നു പഠനമൊക്കെ. പക്ഷെ ദൈവം അത് കൃത്യം തിരിച്ച് ആ മേഖലയിലേക്ക് എന്നെ എത്തിച്ചു, ഇഷ്ടമുള്ള സ്ഥലത്ത്. This is a Ghulam Ali Saab ghazal composition. ഫൈസ് അഹമ്മദ് ഫൈസ് അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്.
ആഷാജി പാടിയിട്ടുണ്ട്, ഗുലാം അലി സാബും പാടിയിട്ടുണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ ഹാപ്പി പ്ലെസന്റ് ആയിട്ടുള്ള ഒരു ഗസലാണ്. ഗുലാം അലി സാബിൻ്റെ ഗസൽസ് ഒരു എന്തോ ഒരു വേറൊരു മൂഡാണ്. അതെ, കേൾക്കുമ്പോൾ ഡിഫറൻസ്, ഒരു ഉണർവുണ്ട് അതിനകത്ത്. ഇതായിട്ട് ഒരു പക്ഷേ മീനിങ് വൈസ് കണക്റ്റഡ് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും. ശ്യാമമേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരൂ. അതിൻ്റെ സ്റ്റാൻസ ചില്ലുവാതിൽ
താരരാന ലാ 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 ലാനനാനേ നാനാനേ ഓവലാൽ തൻ ആദിലൻ ലാല ലാല താരിരാ എൻ്റെ ദേവി കേകും ദൂര മന്ദിരത്തിൽ പോയി വരൂ. വരികൾ മറന്നുപോയി, പക്ഷെ അതിനകത്ത് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഫീലുണ്ട്. അത് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യല്ല, പക്ഷെ നമ്മളെ ഏതൊക്കെയോ പല ജന്മങ്ങൾ കൂട്ടിച്ചേർത്ത പോലുള്ള ഒരു നൂലിഴ നമ്മളെല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലേ? അതെ, ലോകത്തിൽ എവിടെയായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ यूं सजा चांद के छलका तेरे अंदाज का रंग बेपरवाह तुझे शबनम कहूँ शोला कहूँ है हुस्न बेपरवाह तुझे शबनम कहूँ शोला जाने तमन्ना मैं तुझे क्या क्या कहूँ क्या ना कहूँ. അതാണ് ഞങ്ങൾ എല്ലാവരെയും ഓരോരുത്തരും മാറി മാറി നോക്കി പാടിക്കൊണ്ടിരുന്നത്. അതെ, നിങ്ങളൊക്കെ വളരെ എനിക്ക് പ്രിയപ്പെട്ടവരാണല്ലോ. Costume courtesy for Manjari, Paris Day Boutique. Ornaments courtesy for Manjari, Tanmaya by Valsa Joseph. Costume courtesy for guest, Kawa, the Fashion Island.